ലങ്കയിലേക്ക് കടന്നുവന്ന ഹനുമാൻ തന്റെ രൂപം ചെറുതാക്കി ആർക്കും കാണാൻ കഴിയാത്ത വിധം ലങ്കയിലെ ഓരോ തെരുവുകൾ അരിച്ചുപെറുക്കി. ഒടുവിൽ അശോകവനത്തിൽ ദുഃഖിതയായി ഇരിക്കുന്ന സീതയെ കണ്ടെത്തുന്നു. ഹനുമാൻ രാമന്റെ ദൂതനാണെന്ന് വിശ്വസിക്കാൻ ആദ്യമോൾ മടിച്ചു. എങ്കിലും രാമന്റെ മോതിരം സീതയ്ക്ക് നൽകിയപ്പോൾ അവൾക്ക് ആശ്വാസമായി. സീതയോട് തന്റെ കൂടെ വരാൻ പറഞ്ഞ ഹനുമാനോട് സീത താൻ നിന്റെ കൂടെ വരില്ലെന്നും തന്റെ ഭർത്താവ് വന്ന് രാവണനെ വധിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കുമെന്നും അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ആ ഉറപ്പ് കേട്ട ഹനുമാൻ പിന്നീട് ജാനകിയെ നിർബന്ധിപ്പിച്ചില്ല. പിന്നീട് ലങ്ക വിടുന്നതിനു മുൻപ് ഹനുമാൻ രാവണൻ തന്റെ ശക്തിയുടെ സൂചന നൽകാനായി അശോകവനം നശിപ്പിച്ചു തടയാൻ നോക്കിയ രാവണന്റെ സൈനികരെ വെറും കൈകൾ കൊണ്ടും അവിടെയുള്ള മരങ്ങളും ഭീമൻ കല്ലുകൾ കൊണ്ടും നിമിഷങ്ങൾ കൊണ്ട് പവനപുത്രൻ കാലപുരിയിലേക്ക് അയച്ചു. ഹനുമാനുമായി ശക്തമായി പോരാടിക്കൊണ്ട് രാവണന്റെ ധീരനായ അക്ഷയകുമാരൻ എന്ന മകൻ ഹനുമാന്റെ കൈകളാൽ വീരസ്വർഗം പ്രാപിച്ചു. സഹോദരന്റെ മരണ വാർത്ത കേട്ട് ദേഷ്യം വന്ന ഇന്ദ്രജിത്ത് ഹനുമാനോട് പോരാടി. ഹനുമാനെ ബന്ധിച്ചു. എന്നാൽ സത്യത്തിൽ രാവണനെ നേരിട്ടു കണ്ട് സംസാരിച്ചുകൊണ്ട് ഒരു യുദ്ധം ഒഴിവാക്കാൻ ഹനുമാൻ സ്വയം ഇന്ദ്രജിത്തിന് പിടികൊടുക്കുകയായിരുന്നു. അങ്ങനെ സദസ്സിലെത്തിയ ഹനുമാൻ രാമനെക്കുറിച്ച് രാവണൻ മുന്നറിയിപ്പ് കൊടുത്തുവെങ്കിലും അയാൾ അത് കേട്ടില്ല. രാവണന്റെ നിർദ്ദേശപ്രകാരം അഞ്ജനേയന്റെ വാലിൽ രാക്ഷസന്മാർ തീ കൊളുത്തി. എന്നാൽ ഹനുമാൻ തന്റെ വാലിലെ തീ ഉപയോഗിച്ച് ലങ്കാനഗരം മുഴുവൻ ചുട്ടുകരിച്ചു. വാലിലെ തീ കെടുത്തി ഹനുമാൻ ലങ്കയിൽ നിന്നും തിരികെ യാത്രയായി.